ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ACL ഇഞ്ചുറിയെക്കുറിച്ചാണ്, അഥവാ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് ഇഞ്ചുറി. ഒരു ACL ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ്? നമ്മൾ കേട്ടിട്ടുണ്ട്, സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, നോൺ സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു കാര്യമാണ് ഫിസിയോതെറാപ്പി. അതിനെക്കുറിച്ചും ഇനി പേഷ്യൻ്റെ ചില കൺസേൺ ആണ്, ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എത്ര ഹാർഡാണ്, അല്ലെങ്കിൽ ഇനി റീ ഇഞ്ചുറി ഉണ്ടാകുമോ, എത്ര കാലം എടുക്കും ഇതൊന്ന് കരിയാനായിട്ട്, അതുപോലെ തന്നെ ഈ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെയൊക്കെ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകാൻ സാധിക്കുമോ, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മുടെ പേഷ്യൻസിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിനിൽ പബ്ലിഷ് ചെയ്ത ഒരു എവിഡൻസ് ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ഗൈഡ്ലൈനുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ലിഗമെൻ്റ് ഇഞ്ചുറി എന്ന് കേൾക്കുമ്പോഴേ പേഷ്യൻസിൻ്റെ മനസ്സിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിഗമെൻസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോഴാണ് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ ഡിഫറെൻ്റ് ആകുന്നത്, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഇത്രയധികം പ്രാധാന്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പല ബോൺസ് ഉണ്ട്. ഈ ബോൺസൊക്കെ ഇങ്ങനെ ചേർന്ന് ഒരു ഫ്രെയിം വർക്കായി മാറണമെങ്കിൽ അവയെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ചില വള്ളികളുണ്ട്, അല്ലെങ്കിൽ ഫൈബ്രസ് ബാൻഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഈ ബാൻഡ്സിനെയാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ബോണിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വള്ളികളായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ലിഗമെൻറ്റിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുക, എക്സ്ട്രാ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ള മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിഗമെൻറ്റിൻ്റെ ഫംഗ്ഷൻ. നമ്മൾ സാധാരണ പറയുന്ന മസിൽസ് അല്ലെങ്കിൽ പേശികൾ, അത് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഈ പേശികളെന്ന് പറയുന്നത് അസ്ഥിയുമായിട്ട് വന്നു ചേരുന്ന ഭാഗത്തെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അതും ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ലിഗമെൻറ്റ്സ്, മസിൽസ്, ടെൻഡൻസ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യം ലിഗമെൻറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിന് വരുന്ന ഇഞ്ചുറി എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഈ നീ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡ് ജോയിൻ്റാണ്. ഹിഞ്ച്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ആക്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ലിഗമെൻറ്റ്, ഈ ACLൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന ടിബിയ എന്ന് പറഞ്ഞ ബോണ് കൂടുതലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഫോർവേഡായിട്ട് മൂവ് ചെയ്ത് പോകാതെ നമ്മുടെ സ്റ്റെബിലിറ്റി, റൊട്ടേഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ലിഗമെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിഗമെൻറ്റ് എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും ഇങ്ങനെയായിരിക്കും. ഇനി ഏത് മെക്കാനിസം മൂലമാണ് ഇങ്ങനെ ഇഞ്ചുറി ഈ ലിഗമെൻറ്റിനുണ്ടാകുന്നത്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബാൻഡ് പൊട്ടാനായിട്ടുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ ഒരു മെക്കാനിസമാണ് കട്ടിങ്. അതായത് നമ്മൾ ഫുട്ബോൾ, വോളിബോൾ, സോക്കർ ഗെയിം ഇതൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സഡൻ സ്റ്റോപ്പ് ആൻഡ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ, കട്ടിങ്, അത് പലപ്പോഴും ഇതിന് കാരണമാകും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ജമ്പിങ് ആൻഡ് ലാൻഡിങ് ഓക്വേർഡ്ലി. അതായത് നമ്മൾ ഒരു ജമ്പിന് ശേഷം ഓക്വേർഡായിട്ട് ലാൻഡ് ചെയ്യുക, അത് വോളിബോളോ ബാസ്ക്കറ്റ് ബോളോ ഒക്കെ കളിക്കുമ്പോഴത്തേക്കും. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബ്ലോ ടു ദ നീ ആണ്. അതായത് ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴുള്ള ടാക്കിൾ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ ഈ നീ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ദ നീ വിത്ത് ദ ഫുട്ട് പ്ലാന്റഡ്. ആ സന്ദർഭത്തിലും അതുപോലെ തന്നെ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ്, പ്രത്യേകിച്ചൊരു കോണ്ടാക്റ്റും ഒന്നും ഉണ്ടാകത്തില്ല, ഒരു റോങ് മൂവ്മെൻ്റ് ആകാം. അതും ചിലപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചുറിക്ക് കാരണമാകുന്നുണ്ട്. ഇനി പേഷ്യൻസിനുള്ള ഒരു കൺസേൺ ആണ്, എന്തുകൊണ്ടാണ് ഈ ലിഗമെൻറ്റ് ഇഞ്ചുറി ഒത്തിരി ഡിലേ ആകുന്നത്? അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. ഈ ലിഗമെൻറ്റ്സിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് അതൊരു പുവർ ബ്ലഡ് സപ്ലൈ ആണ് അതിനുള്ളത്. സാധാരണഗതി നമ്മുടെ മസിൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റിച്ച് വാസ്കുലാർ നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ACL എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ന്യൂട്രിയൻസിനും ഓക്സിജനും ഒക്കെ വേണ്ടി അതിൻ്റെ സറൗണ്ടിങ് സൈനോവിയൽ ഫ്ലൂയിഡിനെയാണ് കൂടുതലായിട്ടും അത് ആശ്രയിക്കുന്നത്. ഇങ്ങനെ ഈ ബ്ലഡ് സപ്ലൈയിലുള്ള കുറവും അതുപോലെ തന്നെ ഹീലിങ്ങിൻ്റെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹീലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നീ ജോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റാണ്. അതെടുക്കേണ്ടി വരുന്ന കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സും ഒക്കെ തന്നെ ഈ ഹീലിങ്ങിനെ, അല്ലെങ്കിൽ ഈ നമ്മുടെ റീഹാബിലിറ്റേഷനെ അതിനെ ഡിലേ ആക്കുന്നതിനുള്ള ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. ഇനി ACL ഇഞ്ചുറി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷനാണ്. ഓർത്തോപീഡിക് ഡോക്ടർ നമ്മുടെ കാലിൽ, മുട്ടിൽ ചില സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റീരിയർ ഡ്രോയർ ടെസ്റ്റ്, അങ്ങനെയുള്ള ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ മെഡിക്കൽ ഹിസ്റ്ററി, അത് ഏത് മെക്കാനിസം മൂലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായപ്പോൾ എന്തെങ്കിലും സൗണ്ട് നീ ജോയിൻറ്റിൽ നിന്നുണ്ടായോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ MRI സ്കാന്, ഇത് വെച്ച് നമ്മൾക്ക് ഈ ACL ഇഞ്ചുറി കൺഫേം ചെയ്യാൻ കഴിയുന്നതാണ്.
ഇനി ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡിംഗ് അനുസരിച്ച് സർജറി വേണോ വേണ്ടയോ എന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീരുമാനിക്കുന്നതിൻ്റെ ചില ഘടകങ്ങൾ നമ്മൾക്ക് നോക്കാം. എന്താണ് ആ ക്രൈറ്റീരിയ എന്ന്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ലെവൽ. അതായത് നമ്മളൊരു അത്ലറ്റാണോ, ഇനി നമ്മൾ പഴയതുപോലെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള സ്പോർട്സിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അതൊരു പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ്, നമ്മളൊരു യങ്ങർ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഡിവിജ്വൽ ആണോ. ഇതോടൊപ്പം തന്നെ അതർ നീ ഇഞ്ചുറീസ്, ഇതിനകത്ത് തന്നെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടോ. കാർട്ടിലേജിന്, നമ്മുടെ തരുണാസ്ഥി, അതിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ. ഇതുകൂടാതെ ഈ പേഷ്യൻറ്റിൻ്റെ ഓവറോൾ ഹെൽത്ത് എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇനി ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹമുണ്ടോ, ഇങ്ങനെയുള്ള പല പോയിൻറ്റിനെ ഡോക്ടേഴ്സ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പൊതുവേ ഒരു പാർഷ്യൽ ടയറാണ്, അധികം ആക്റ്റീവ് അല്ലാത്ത ഇൻഡിവിജ്വലൊക്കെ ആണെങ്കിലായിരിക്കും നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു പരിഹാരമായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ്, നോൺ സർജിക്കൽ ഇൻ്റർവെൻഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റൈസ് പ്രിൻസിപ്പിളാണ്. അതായത് റെസ്റ്റ് കൊടുക്കുക, ഐസ് ആപ്ലിക്കേഷൻ, കംപ്രഷൻ, എലിവേഷൻ. ഇതാണ് ഈ റൈസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രേസിങ് ഉപയോഗിക്കും. അത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ ഡോക്ടർ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നതാണ്. അപ്പം അത് സർജിക്കലാണെങ്കിലും നോൺ സർജിക്കലാണെങ്കിലും പ്രീ ഓപ്പറേറ്റീവ് ആണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണെങ്കിലും ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽമുട്ടിനെ ചുറ്റിയുള്ള മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങും സ്വെല്ലിങ് കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനുമൊക്കെ ഈ നോൺ സർജിക്കൽ ഇൻ്റർവെൻഷൻ ആണെങ്കിലും ഫിസിയോതെറാപ്പി വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. കാൽമുട്ടിന് ചുറ്റുമുണ്ടാകുന്ന സ്വെല്ലിങ് കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനുമുള്ള മൊഡാലിറ്റീസൊക്കെ ഫിസിയോതെറാപ്പിയിൽ നമ്മൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്തു തരുന്നതാണ്. ഇതുകൂടാതെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, അതായത് നീ ജോയിൻറ്റിന് അമിതമായിട്ട് സ്ട്രെസ്സ് കൊടുക്കാതെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ നീ ജോയിൻറ്റിന് സ്ട്രെസ്സ് കൊടുക്കാതെ മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾക്ക് അഡ്വൈസ് ചെയ്തു തരുന്നതാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടെ ACL റീകൺസ്ട്രക്ഷൻ സർജറിയാണ് ചെയ്യുന്നത്. ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ച് ഈ ലിഗമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുന്ന സർജറിയാണ്. അതിനുശേഷം പ്രത്യേകമായിട്ടുള്ള ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോൾ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ സർജറി ഡിലേ ചെയ്യേണ്ടി വരും. പോസ്റ്റ് സർജറി എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ് ഉള്ളത്. പോസ്റ്റ് സർജറിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്വെല്ലിങ് കുറയ്ക്കണം, വേദന കുറയ്ക്കണം, മസിൽ സ്ട്രെങ്ത് തിരികെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നമ്മുടെ നീ ജോയിൻറ്റിനൊരു പ്രത്യേക ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ട്, അതായത് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, അത് തിരികെ കൊണ്ടുവരണം. ഇതുകൂടാതെ ഈ ലിഗമെൻസിൻ്റെ പ്രധാന ഫംഗ്ഷൻ സ്റ്റെബിലിറ്റി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബാലൻസ് തിരികെ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും പോസ്റ്റ് സർജറിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സ്പോർട്സ് മെഡിസിനിൽ 2023 പബ്ലിഷ് ചെയ്ത ഈ ACL റീഹാബിലിറ്റേഷൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ. അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പ്രാക്ടീസ് ഗൈഡ് ലൈനിലെ ഓരോ പോയിൻറ്റ്സും നമ്മുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റീഹാബിലിറ്റേഷൻ്റെ ടൈമിങ്ങും സ്ട്രക്ചറും എങ്ങനെയാണ്. ഫസ്റ്റ് പോയിൻ്റ്, പ്രീ ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ. നമ്മൾ സർജറി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് എവിഡൻസ് ബേസ്ഡ് ആണ്. അത് പല തരത്തിൽ നമ്മളെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്ത്, ഈ നീയെ ചുറ്റിയുള്ളൊരു പ്രധാനപ്പെട്ട മസിലാണ്. അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനും നമ്മുടെ നീയുടെ റേഞ്ച് ഓഫ് മോഷൻ, നീക്ക് ഒരു പ്രത്യേക ഡിഗ്രി മടക്കാനും നിവർത്താനുമുള്ള കഴിവുണ്ട്, അത് തിരികെ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റിയിലോട്ടൊക്കെ തിരിച്ചു പോകുന്നതിനുള്ള സമയം കുറച്ചുകൊണ്ട് വരുന്നതിനുമൊക്കെ ഈ പ്രീ ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ സഹായിക്കുമെന്നാണ് ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത കൺസേൺ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് റീഹാബിലിറ്റേഷനാണ്. എത്ര കാലം നമ്മളിത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. അതായത് പേഷ്യൻറ്റ് ഈ ഇഞ്ചുറിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി ലെവലിലേക്ക് എത്ര സേഫായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നു, എത്ര സേഫായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് പ്രത്യേക ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ വെച്ച് അത് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത്, അതായത് നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ എത്ര കാലം എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു. ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആണ്, അവരുടെ ഗോൾ ഡിഫറൻ്റ് ആണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഗ്രാഫ്റ്റിൻ്റെ പ്രൊട്ടക്ഷനും അതിൻ്റെ ഡെലിക്കേറ്റായിട്ടുള്ള ഹീലിങ്ങും അതുമൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പോയിൻ്റൊക്കെ കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡ്യൂറേഷൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇനി ഇവിടെ നമ്മൾ സ്വെല്ലിങ്ങിൻ്റെയും പെയിൻ്റെയും ഒക്കെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർജറിക്ക് ശേഷമാണെങ്കിലും ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പല മൊഡാലിറ്റീസും ഉണ്ട്. അതിൽ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള, മോസ്റ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രയോതെറാപ്പി, ഐസ് ആപ്ലിക്കേഷൻ, ന്യൂറോമസ്കുലർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ലോ ലോഡ് ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ഇതുകൂടാതെ ഫിസിയോതെറാപ്പിയിൽ മറ്റ് ചില മൊഡാലിറ്റീസും അവൈലബിൾ ആണ്. ACL റീഹാബിലിറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ എക്സർസൈസ്, അതിൽ ധാരാളം എക്സർസൈസ് ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആക്റ്റീവ് നീ മോഷൻ എക്സർസൈസ് ഉണ്ട്, ഏർലി വെയ്റ്റ് ബെയറിംഗ് എക്സർസൈസ് ഉണ്ട്, ഐസോമെട്രിക് ക്വാഡ്രിസെപ്സ് എക്സർസൈസ്, ഏർലി എക്സെൻട്രിക് ക്വാഡ്രിസെപ്സ് എക്സർസൈസ്, പിന്നെ ഏർലി ലെഗ് പ്രസ്, ഓപ്പൺ കൈനറ്റിക് ചെയിൻ എക്സർസൈസ്. ഇതൊക്കെ എക്സർസൈസ് ഇനിഷ്യേഷൻ, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് മോട്ടോർ കൺട്രോൾ ട്രെയിനിങ് ആണ്. അതിന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പല എക്സർസൈസ് റെക്കമെൻഡേഷൻസും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലയോമെട്രിക് ആൻഡ് അജിലിറ്റി ട്രെയിനിങ്, മോട്ടോർ കൺട്രോൾ ട്രെയിനിങ്, ഐസോടോണിക് ആൻഡ് ഐസോകൈനറ്റിക് ട്രെയിനിങ്, പിന്നെ അതുകൂടാതെ കോൺസെൻട്രിക് ആൻഡ് എക്സെൻട്രിക് ട്രെയിനിങ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കൈനറ്റിക് ചെയിൻ എക്സർസൈസ്, അങ്ങനെ പല കാര്യങ്ങളും റെക്കമെൻഡേഷൻസിൽ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു സ്റ്റേജാണ് റിട്ടേൺ ടു ആക്ടിവിറ്റീസ്. അതിൽ പ്രധാനമായിട്ടും റിട്ടേൺ ടു ഡ്രൈവിംഗ്, റിട്ടേൺ ടു റണ്ണിങ്, റിട്ടേൺ ടു സ്പോർട്ട്, അതും നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ക്രൈറ്റീരിയയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ACL റീഹാബിലിറ്റേഷൻ അത് സർജിക്കലാണെങ്കിലും നോൺ സർജിക്കലാണെങ്കിലും എത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് താമസം വരുത്താതെ ഡോക്ടറുടെ അഡ്വൈസോടു കൂടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിച്ച് നമ്മുടെ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് ചെയ്യുക. അത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് വളരെ അധികം ഉപകാരപ്രദമായി മാറുന്നതാണ്.